നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതികൾ കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യവസായവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരാധകനായിരുന്ന നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അത്ഭുതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഗവേഷണ സ്ഥാപനങ്ങൾ ഇവയൊക്കെയാണ്: ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്; ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച്; ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ IIT 1954 1964 ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിൻ്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന കാഴ്ചപ്പാട് സ്വീകരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതകശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവര സാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകൾ വൻ നേട്ടം കൈവരിച്ചു. ഇന്ത്യയിലെ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയവർ ഹോമി ജഹാംഗീർ ഫാഫയും SN ഭട്നഗറുമാണ്. ഹോമി ജഹാംഗീർ ഫാഫ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ കമ്മീഷനുമാണ്. ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് ഹോമി ജഹാംഗീർ ഫാഫയും ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജാ രാമണ്ണയുമാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് TIFR സ്ഥാപിതമായ വർഷം 1945 ഇതിൻ്റെ ആദ്യ സ്ഥാപക ഡയറക്ടർ HJ ഫാഫയുമാണ്. ഇന്ത്യൻ അറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നത് 1948 ഏപ്രിൽ 15 നിലവിൽ ഉള്ളത് അറ്റോമിക് എനർജി ആക്ട് 1962 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ കീഴിൽ ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948 ഓഗസ്റ്റിലാണ്. ഇതിൻ്റെ ആദ്യ ചെയർമാൻ HJ ഫാഫയാണ്. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായ വർഷം 1958 മാർച്ച് 1. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി DAE അണുശക്തി വകുപ്പ് രൂപീകരിച്ച വർഷം 1954 ഓഗസ്റ്റ് 3. ഇതിന് ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രിയും ആസ്ഥാനം മുംബൈയുമാണ്. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം 1974 നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിൻ്റെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുമ്പോൾ ആണവോർജ കമ്മീഷൻ്റെ ചെയർമാൻ ഹോമി സദനയും ഇന്ത്യ രണ്ടാമതായി ആണവ പരീക്ഷണം നടത്തിയത് 1998 മെയ് 11, 13 ഇതിൻ്റെ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി എന്നതുമാണ്. ഓപ്പറേഷൻ ശക്തിയുടെ മറ്റൊരു പേര് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയിൽ സാങ്കേതിക വിദ്യാദിനമായി ആചരിക്കുന്നത് മെയ് 11. ഇന്ത്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തിയ വർഷം 1998. ഇന്ത്യയുടെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ പ്രധാനമന്ത്രി വാജ്പേയിയും ഇന്ത്യൻ ആണവ ആയുധങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണം വഹിക്കുന്നത് സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡുമാണ്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ്ജ സ്രോതസ്സാണ് ആണവ നിലയം. ഇന്ത്യയിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് താരാപൂറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാർക്കാണ്. ഇതിൻ്റെ പഴയ പേര് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നാണ്. 1967 ബാർക്കിന് ആ പേര് നൽകിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആദ്യ ഡയറക്ടർ ഹോമി ജഹാംഗീർ ഫാഫയും ഇതിൻ്റെ ആസ്ഥാനം ട്രോംബെയും ഇതിൻ്റെ ആപ്തവാക്യം ആറ്റംസ് ഇൻ ദ സർവീസ് ഓഫ് നാഷനും ആണ്. അപ്സര, സിറസ്, ധ്രുവ, കാമിനി, പൂർണിമ ഫസ്റ്റ്, പൂർണിമ സെക്കൻഡ്, പൂർണിമ തേർഡ്, സെർലീന ഇവയൊക്കെയാണ് ബാർക്കിന് കീഴിലുള്ള പ്രധാന റിസർച്ച് റിയാക്ടറുകൾ.
ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ ഇവയൊക്കെയാണ്: താരാപൂർ മഹാരാഷ്ട്ര, കൂടംകുളം തമിഴ്നാട്, കൽപ്പാക്കം തമിഴ്നാട്, റാവത്ത്ഫട്ട രാജസ്ഥാൻ, കക്രപ്പാറ ഗുജറാത്ത്, കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ്. 1949 സ്ഥാപിതമായ അറ്റോമിക് മിനറൽസ് ഡയറക്ടേഴ്സ് ഫോർ എക്സ്പ്ലോഷൻ ആൻഡ് റിസർച്ച് AMD തെലങ്കാനയിലെ ഹൈദരാബാദിലും 1954 ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാർക്ക് ട്രോംബ മഹാരാഷ്ട്രയിലും 1971 ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCAR കൽപ്പാക്കം തമിഴ്നാടും 1977 വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെൻറ്റർ BECC കൊൽക്കത്ത പശ്ചിമ ബംഗാളിലും 1984 രാജാ രാമണ്ണ സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി RRCAT ഇൻഡോർ മധ്യപ്രദേശിലും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം മഹാരാഷ്ട്രയിലെ താരാപൂരിൽ സ്ഥിതി ചെയ്യുന്നു. ഫുക്കുഷിമയിലേതിന് സമാനമായ റിയാക്ടറുകളാണ് ഇതിനുള്ളത്. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വന്ന വർഷം 1969 ഒക്ടോബർ 28 രാജസ്ഥാനിലെ ചിത്തോർഗഡ് ജില്ലയിലെ റാവത്ത് ഫട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ നിലയം റാപ്സ് ആണ് രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ. തമിഴ്നാട്ടിൽ ചെന്നൈ നഗരത്തിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ആണവ നിലയം മാപ്സ് ആണ്. മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ കൽപ്പാക്കം. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷെഹർ ജില്ലയിലാണ്. ഇന്ത്യയിലെ പ്രധാന നിർദ്ദിഷ്ട ആണവ നിലയങ്ങളാണ് മഹാരാഷ്ട്രയിലെ ജയ്താപൂറും ആന്ധ്രാപ്രദേശിലെ കൊവാഡയും. 962 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയമാണ് 2018 ഡിസംബർ 31 പ്രകാരം കൈഗ. ഈ ആണവ നിലയത്തിന് സമീപത്തു കൂടി ഒഴുകുന്ന നദിയാണ് കാളി. ഇന്ത്യയും റഷ്യയും സംയുക്തമായി ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന ആണവ നിലയം റുപ്പൂറും ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ജയ്താപൂറുമാണ്. ഫ്രാൻസിലെ അരിവ കമ്പനിയുടെ സഹായത്തോടെ സ്ഥാപിക്കുന്ന ജയ്താപൂർ ആണവ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ റഷ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. രാജീവ് ഗാന്ധി, അന്നത്തെ റഷ്യൻ പ്രസിഡന്റായിരുന്ന മിഖായേൽ ഗോർബച്ചേവ് എന്നിവർ 1988 നവംബർ 20 ഒപ്പുവെച്ച കൂടംകുളം പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 2013 ഒക്ടോബർ 22. കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം സമ്പുഷ്ട യുറേനിയം അഥവാ യുറേനിയം 235-ഉം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോഡറേറ്റ് മൃദുജലവുമാണ്. ഈ പദ്ധതിയുടെ നിർമ്മാണത്തിനെതിരെ രംഗത്തു വന്ന നേതാവാണ് SP ഉദയകുമാർ. 6 ആണവ വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കാനായി ഇന്ത്യയുമായി കരാറിലേർപ്പെട്ട രാജ്യമാണ് അമേരിക്ക. ഫാസ്റ്റ് ബ്രീഡർ പ്രവർത്തനങ്ങളുടെ വികസനങ്ങൾക്കായി തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് സ്ഥാപിതമായ റിസർച്ച് സെൻറ്റർ ആണ് ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCAR. ഇതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത് റിയാക്ടർ റിസർച്ച് സെൻറ്റർ എന്നാണ്. 1985 ആണ് IGCAR എന്ന പേര് ലഭിച്ചത്. ആദ്യകാലങ്ങളിൽ അറ്റോമിക് റിയാക്ടറുകൾ അറിയപ്പെട്ടിരുന്നത് അറ്റോമിക് പൈൽ എന്നാണ്. ഇന്ത്യയുടെ അഥവാ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര. 1956 ഓഗസ്റ്റ് 4. 2009 ഇത് നിർത്തലാക്കി. ഇന്ത്യയുടെ സ്വിമ്മിംഗ് പൂൾ ടൈപ്പ് റിസർച്ച് റിയാക്ടർ ട്രോംബയിൽ സ്ഥിതി ചെയ്യുന്ന അപ്സര U ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ റിയാക്ടറായ സിറസ് 1960 ജൂലൈ 10 ട്രോംബയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2010 പൂർണ്ണമായും പ്രവർത്തനം നിർത്തലാക്കിയ ആണവ റിയാക്ടറാണ് സിറസ്. 1961 ജനുവരി 14 പ്രവർത്തനം ആരംഭിച്ച ആണവ റിയാക്ടർ സെർലീനയും 1985 ഡിസംബർ 16 കൽപ്പാക്കത്ത് നിലവിൽ വന്നത് ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറുമാണ്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇന്ധനം പ്ലൂട്ടോണിയം യുറേനിയം മിശ്രിതമാണ്. ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി ഉപയോഗിക്കുന്ന 6ാമത്തെ രാജ്യമായ ഇന്ത്യയാണ് പ്ലൂട്ടോണിയം, യുറേനിയം, കാർബൈഡ് എന്നിവ ആണവ ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യ രാജ്യം. ഊർജോൽപാദനം നടത്തുന്നതിനോടൊപ്പം മറ്റൊരു ന്യൂക്ലിയർ റിയാക്ഷൻ ആവശ്യമായ ഇന്ധനം കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ആണവ റിയാക്ടറാണ് ബ്രീഡർ റിയാക്ടറുകൾ. ട്രോംബയിൽ പ്രവർത്തിക്കുന്ന പൂർണിമ, ഫസ്,
സെക്കൻഡ്, തേർഡ് എന്നീ റിയാക്ടറുകൾ ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. മനുഷ്യനിർമ്മിതമായ യുറേനിയം 233 ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ആദ്യ റിയാക്ടറായ കാമിനിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടർ. ഫാസ്റ്റ് ബ്രീഡർ സംവിധാനം വികസിപ്പിച്ചെടുത്ത വികസ്വര രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് പേര് നൽകിയ 100 മെഗാവാട്ട് ശേഷിയുള്ള 1985 മുംബൈയിൽ വികസിപ്പിച്ചെടുത്ത ധ്രുവയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ. ലോകത്ത് നടന്ന പ്രധാന ആണവ ദുരന്തങ്ങൾ ഇവയൊക്കെയാണ്. 1979 മാർച്ച് 28 അമേരിക്ക 3 മൈൽ ഐലൻഡ് ആണവ ദുരന്തം, 1986 ഏപ്രിൽ 26 ഉക്രൈൻ ചെർണോബിൽ ഐലൻഡ് ആണവ ദുരന്തം, 2011 മാർച്ച് 11 ജപ്പാൻ ഫുക്കുഷിമ ആണവ ദുരന്തം. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് DAEന്റെ കീഴിലുള്ള 3 പ്രധാന വാണിജ്യ സ്ഥാപനങ്ങളാണ് ഹെവി വാട്ടർ ബോർഡ് HWB, ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് NFC, ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി BRIT. ഹെവി വാട്ടർ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇതിന് കീഴിലുള്ള പ്രധാന ജല ഉൽപ്പാദന പ്ലാന്റുകൾ ബറോഡ, തൂത്തുക്കുടി, കോട്ട, താൽച്ചർ, താൽ, ഹസീറ, മനുഗുരു എന്നിവയാണ്. ഇന്ത്യയിലെ ആണവ റിയാക്ടറുകൾക്ക് ന്യൂക്ലിയർ ഇന്ധനങ്ങളും റിയാക്ടർ കോർ ഘടകങ്ങളും വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ്. വ്യവസായം, കാർഷികം, ആരോഗ്യം, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ റേഡിയോ ഐസോട്ടോപ്പ് റേഡിയേഷൻ ടെക്നോളജി എന്നിവയുടെ ഉപയോഗം പ്രയോജനപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ബോർഡ് ഓഫ് റിയാക്ഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജി, നവി മുംബൈ. ഇന്ത്യയിലെ ആണവ സ്ഥാപനങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനവും നിയന്ത്രിക്കുകയും അറ്റോമിക് പവർ സ്റ്റേഷന്റെ നിയന്ത്രണ ചുമതലയുമുള്ള സ്ഥാപനമാണ് 1987 മുംബൈയിൽ സ്ഥാപിതമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NPCIL. യുറേനിയം അയിരുകളുടെ ഖനനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിനായി 1967 ഒക്ടോബർ 4 ജാർഖണ്ഡിലെ ജാഗുഗുഡയിൽ സ്ഥാപിതമായ പൊതുമേഖലാ സ്ഥാപനമാണ് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് UCIL. UCIL ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ആരംഭിച്ചത് ജാർഖണ്ഡിലെ ജാദുഗുഡയിലാണ്. 1950 മുംബൈയിൽ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യ റെയർ എർത്ത് ലിമിറ്റഡ് IREL സ്ഥാപിതമായി. ഇതിന്റെ ആദ്യ യൂണിറ്റായ റെയർ എർത്ത് ഡിവിഷനിൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന്റെ ആസ്ഥാനം ആലുവ, കേരളം. 1967 സ്ഥാപിതമായ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ECIL സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യയുടെ ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ പ്ലാന്റ് OTEC സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ലക്ഷദ്വീപിലെ കവരത്തിയാണ്. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് കൊൽക്കത്തയിലും ഹാരിഷ് ചന്ദ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അലഹബാദിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഒഡീഷയിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ് ചെന്നൈയിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് ഗുജറാത്തിലും ബോർഡ് ഓഫ് റിസർച്ച് ഇൻ ന്യൂക്ലിയർ സയൻസസ് മുംബൈയിലും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവാണ് രാജീവ് ഗാന്ധി. ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ഗവേഷണ രംഗത്തെ പ്രശസ്ത സ്ഥാപനങ്ങൾ സിഡാക് സീഡിറ്റും ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇന്റർനെറ്റ് പ്രൊവൈഡർ സത്യം ഇൻഫോവേയുമാണ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാടും മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയും ഗവൺമെൻറ് ഓഫീസുകൾ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയും ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബുമാണ്. ITET സ്കൂൾ പദ്ധതി 2001 കേരളത്തിൽ ആരംഭിച്ചു. 2017 ഈ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റി. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര ആസ്ഥാനമായിട്ടുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് ആണ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ SPV കമ്പനി.
ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് $100 ബില്യൺ വരുമാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ IT കമ്പനി. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡിസൈനുകൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഓട്ടോകാഡ്. സാംസങ്ങിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ മൊബൈൽ എക്സ്പീരിയൻസ് സെൻറ്റർ ആരംഭിച്ച നഗരവും IT കമ്പനിയായ ഒറാക്കിൾ ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഡിജിറ്റൽ ഹബ് ആരംഭിച്ച നഗരവും ബംഗളൂരുവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവേണൻസ് പദ്ധതിയാണ് പാസ്പോർട്ട് സേവ. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യ IT പാർക്ക് ദ മുത്തൂറ്റ് ടെക്നോപോളിസ് കൊച്ചിയിലും ഇന്ത്യയിൽ ഒരു തൊഴിലാളി സഹകരണ സൊസൈറ്റി സ്ഥാപിക്കുന്ന ആദ്യ IT പാർക്ക് UL സൈബർ പാർക്ക് കോഴിക്കോടും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല പാലക്കാടും കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പ്രോജക്റ്റ് കോക്കോണിസും ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഓഫീസ് കേരള സ്റ്റേറ്റ് IT മിഷനുമാണ്. ഗൂഗിൾ എർത്തിന് സമാനമായി 2009 ഓഗസ്റ്റ് 19 ISRO വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഫുവനും സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ വൽക്കരണ പരിപാടി വിദ്യാവാഹിനിയുമാണ്. എഡുസാറ്റ് വഴി ഇന്ത്യയിൽ സ്കൂളുകൾക്കായി ആരംഭിച്ച ബ്രോഡ്ബാൻഡ് ശൃംഖലയാണ് വേഴ്സറ്റൈൽ ICT ഇനാബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് വിക്ടേഴ്സ്. ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റഡിൻ്റെ പുതിയ CEO ആയി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാണ് തമിഴ്നാട് സ്വദേശിയായ സുന്ദർ പിച്ചെ. ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിലെ ആദ്യ IT ക്യാമ്പസ് നിർമ്മിക്കുന്നത് ഹൈദരാബാദും ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരുമാണ്. ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച മൊബൈൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ. ഇതിൻ്റെ പഴയ പേര് ടെക്സ് എന്നാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മേധാവിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ സത്യ നദല്ലയാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഗവേണൻസ് എന്നാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEBയിൽ ലിനാക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒരുമയും ഔദ്യോഗിക ഭാഷാ വകുപ്പിന് വേണ്ടി സിഡിറ്റ് വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ കാവേരിയും കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വെബ് പോർട്ടൽ കൃഷിയുമാണ്. സർക്കാർ ഓഫീസുകളിലെ ഫയൽ ട്രാക്കിങ്ങിനുള്ള സംവിധാനം ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് അഡ്വാൻസ്ഡ് സിസ്റ്റം ഐഡിയാസും PSC മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വകുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ പുരോഗതി ഓരോ മാസവും വിലയിരുത്തുന്നതിനു വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച സോഫ്റ്റ്വെയർ വാക്കൻസി അറൈസിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം വരവുമാണ്. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്ക് സെക്രട്ടേറിയറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് SECWANും 14 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരള സർക്കാർ നെറ്റ്വർക്ക് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് KSWANും കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡാറ്റാബേസ് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള സ്പാർക്കുമാണ്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലറ്റ് കമ്പ്യൂട്ടറായ ആകാശ് നിർമ്മിച്ചത് ഇന്ത്യയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻ്റലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ക്ലാസ്മേറ്റ്. വാട്സപ്പിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്ര ഗാനമാണ് വർഷം എന്ന ചിത്രത്തിലെ കൂട്ടുതേടി എന്ന ഗാനം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂൾ കൽപ്പറ്റയിലെ SKMJ HSS ആണ്. 2020 മാർച്ചിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സൊല്യൂഷൻസ് എക്സ്ചേഞ്ച് ക്ലൗഡ് ആണ് ഗോകാഡാൽ. സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് വിതരണ പദ്ധതി KFONും 2020 ഓഗസ്റ്റിൽ കേന്ദ്ര ട്രൈബൽ മന്ത്രാലയം ആരംഭിച്ച പുതിയ ന്യൂസ് പേപ്പർ അലിഖും ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് വനിതകളുടെ നൈപുണ്യ വികസനത്തിനായി ഗൂഗിൾ ഇന്ത്യ ആരംഭിച്ച പദ്ധതി ഡിഗി പിവോട്ടും ആണ്. 1977 18,81,38,517 എന്ന സംഖ്യയുടെ ഘനമൂല്യം കണ്ടുപിടിക്കുന്നതിൽ കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ചതോടെ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടാൻ തുടങ്ങിയ വ്യക്തിയാണ് ശകുന്തളാദേവി. 2016 ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം കേരളവും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കിയുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ നഗരസഭ, ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയും മലപ്പുറമാണ്. ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരവും
ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂറും ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലവും ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാടുമാണ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത കളക്ട്രേറ്റ് പാലക്കാടും ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം ഇരിങ്ങാലക്കുടയും ആദ്യ EPSC ഓഫീസ് കാസർഗോഡുമാണ്. മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുള്ള ആദ്യ സംസ്ഥാനം കേരളവും സ്വന്തമായി വെബ്സൈറ്റുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമം ഹരിയാനയിലെ ഹാൻസ്ഡിഹാറും ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ SBTയും ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ്സും ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപികയും മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ പുഴ.comഉം മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ മുകുന്ദൻ്റെ നൃത്തവും വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഓൺലൈനിലൂടെ റൈറ്റ് ടു ഇൻഫർമേഷൻ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയും രണ്ടാമത് ഡൽഹിയും ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിമും ഇൻ്റർനെറ്റ് വഴി കോഴ്സുകൾ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സർവകലാശാല ആന്ധ്ര സർവകലാശാലയുമാണ്. ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനമാണ് 1958 ന്യൂഡൽഹിയിൽ സ്ഥാപിതമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO. ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ വികസന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കുന്ന DRDOയുടെ ആപ്തവാക്യം സ്ട്രെങ്ത് ഒറിജിൻസ് ഈസ് ഇൻ സയൻസ്. ശക്തിയുടെ ഉത്ഭവം ശാസ്ത്രം എന്നതാണ്. അഗ്നി, പൃഥ്വി, ആകാശ് തുടങ്ങിയ മിസൈലുകൾ നിർമ്മിച്ച DRDOയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ സമീർ V. കമ്മത്താണ്. ഹൈദരാബാദിലെ DRDO മിസൈൽ കോംപ്ലക്സ് അറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് എന്നാണ്. DRDOയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ ടോർപിഡോ മിസൈലാണ് വരുണാസ്ത്ര. DRDO വികസിപ്പിച്ചെടുത്ത ചുവരിനപ്പുറമുള്ള വസ്തുക്കൾ ദൃശ്യമാകുന്ന തെർമൽ ഇമേജിംഗ് റഡാറാണ് ദിവ്യചക്ഷു ഡിവൈൻ ഐ. DRDOയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിഭാഗത്തിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആണ് K. മഞ്ജുള. ശത്രുരാജ്യത്തിൻ്റെ റഡാർ ലൊക്കേഷനുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി DRDO തദ്ദേശീയമായി വികസിപ്പിച്ച സംവിധാനമാണ് വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ സോതി WLR സോതി. DRDOയുടെ പ്രധാന ലബോറട്ടറികളായ എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ADE, ഇലക്ട്രോണിക് ആൻഡ് റഡാർ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് LRDE, സെൻറ്റർ ഫോർ എയർബോൺ സിസ്റ്റം CABS, ഡിഫൻസ് എവയോണിക് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് DARE, ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് GTRE, സെൻറ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് CAIR എന്നിവ ബംഗളൂരുവിലും, ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ADRDE ആഗ്രയിലും, ആർമമെൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ARDE, ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി HEMRL, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി DIAT എന്നിവ പൂനെയിലും, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ലബോറട്ടറി SSPL, ലേസർ സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ ലാസ്ടെക്, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് DIPR, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈൻഡ് സയൻസ് INMAS എന്നിവ ന്യൂഡൽഹിയിലും, ഡിഫൻസ് ഇലക്ട്രോണിക്സ് റിസർച്ച് ആൻഡ് ലബോറട്ടറി DIRL, അഡ്വാൻസ്ഡ് ന്യൂമറിക്കൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ഗ്രൂപ്പ് അനുരാഗ് എന്നിവ ഹൈദരാബാദും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജ്മെൻറ്റ് ITM മസൂറിയിലും, സ്നോ ആൻഡ് അവലാഞ്ച് സ്റ്റഡി എസ്റ്റാബ്ലിഷ്മെൻറ്റ് SASC ചണ്ഡീഗഡിലും, ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി DFRL മൈസൂറിലും, കോമ്പാറ്റ് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് CBRDE ചെന്നൈയിലും, നേവൽ ഫിസിക്കൽ ഓഷനോഗ്രാഫിക് ലബോറട്ടറി NPOL കൊച്ചിയിലും, നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി NSTL വിശാഖപട്ടണത്തും, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ ആൾട്ടിറ്റ്യൂഡ് റിസർച്ച് DIHAR ലഡാക്കിലെ ലേയിലും സ്ഥിതി ചെയ്യുന്നു. ബ്രിട്ടീഷ് റോയൽ നേവിയിൽ നിന്നും ഇന്ത്യ വാങ്ങി നിർമ്മാണം പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യ വിമാനവാഹിനി കപ്പൽ
INS വിക്രാന്ത് R11 ആണ് 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ നാവിക ഉപരോധം നടപ്പിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും 2012 വരെ നേവൽ മ്യൂസിയമായി പ്രവർത്തിച്ചതും 2014 ഈ കപ്പൽ പൊളിച്ച് ലേലത്തിൽ വിറ്റു. ഒഴുകുന്ന മ്യൂസിയമായി സംരക്ഷിക്കാൻ പോകുന്ന വിമാനവാഹിനി കപ്പലാണ് INS വിരാട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യ റഷ്യയിൽ നിന്നും പുതുക്കി പണിത ശേഷം ഇന്ത്യ വാങ്ങിയ വിമാനവാഹിനി കപ്പലാണ്. 2013 നവംബർ 16 AK ആന്റണി കമ്മീഷൻ ചെയ്ത ഈ കപ്പൽ 2014 ജൂൺ 14 നരേന്ദ്രമോദി ഇന്ത്യൻ നാവികസേനയ്ക്ക് സമർപ്പിച്ചു. ഇന്ത്യയുടെ യുദ്ധവിമാനമായ തേജസ് ആദ്യമായി ഇറക്കിയത് INS വിക്രമാദിത്യയാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് പുതുച്ചേരിയിലാണ്. സർവീസിൽ നിന്നും പിൻവലിച്ച INS കുഡലൂർ ആണ് മ്യൂസിയമാക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യുദ്ധ ടാങ്ക് വിജയാനന്ദയാണ്. ആദ്യ ആളില്ലാ ടാങ്ക് DRDO വികസിപ്പിച്ച മുദ്രയാണ്. ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകളുടെ നിർമ്മാണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ആവടിയും ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നേവൽ ബേസ് INS കൊഹസയുമാണ്. ഇത് ആൻഡമാൻ ആൻഡ് നിക്കോബർ ദ്വീപിലെ ദിഗ്ലിപൂറിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് 2016 നവംബർ 21 INS ചെന്നൈ. ഇതിന്റെ ആപ്തവാക്യം ശത്രു സംഹാരം എന്നതാണ്. കൊൽക്കത്ത ക്ലാസ് യുദ്ധക്കപ്പലുകൾ ആദ്യത്തേത് INS കൊൽക്കത്തയും രണ്ടാമത്തേത് INS കൊച്ചിയും മൂന്നാമത്തേത് INS ചെന്നൈയുമാണ്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ ഇന്ത്യൻ യുദ്ധക്കപ്പൽ INS സാവിത്രിയും അത്യാധുനിക വാർത്താവിനിമയ സംവിധാനമുള്ള നാവികസേനയുടെ അതിവേഗ ആക്രമണ കപ്പൽ INS ബംഗാരയും 2018 ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ INS ഗോദാവരിയും കുതിക്കുന്ന കാണ്ടാമൃഗം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കപ്പൽ INS ബ്രഹ്മപുത്രയും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ യുദ്ധക്കപ്പൽ INS സർവേക്ഷകും 2003-2004 ലോക പര്യടനം നടത്തിയ ആദ്യ ഇന്ത്യൻ നേവി കപ്പലാണ് INS തരംഗിണി. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ സഞ്ചരിക്കുന്ന പരിശീലന കപ്പലും ഇത് തന്നെയാണ്. സാഗർ പരിക്രമയുടെ ആദ്യഘട്ടം 2010 പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവികസേനാ കമാൻഡർ ദിലീപ് ദേണ്ടയും സാഗർ പരിക്രമ സെക്കൻഡ് ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് പായ്ക്കപ്പൽ നിർത്താതെയുള്ള ലോക പര്യടനം പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ അഭിലാഷ് ടോമിയും ദിലീപ് ദേണ്ടയും അഭിലാഷ് ടോമിയും ലോക പര്യടനത്തിനായി ഉപയോഗിച്ച പായ്ക്കപ്പൽ INSV മാതേയിയുമാണ്. ഇന്ത്യൻ നേവിയിലെ 6 വനിതകൾ മാത്രമായി നടത്തിയ ആദ്യത്തെ ലോക പര്യടനമാണ് നാവിക സാഗർ പരിക്രമ. ഇതിനുപയോഗിച്ച കപ്പലാണ് INSV തരിണി. കഴിഞ്ഞ 50 വർഷമായുള്ള രാജ്യസേവനം പരിഗണിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രസിഡന്റ്സ് കളേഴ്സ് അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യൻ നാവികസേനയുടെ വിഭാഗമാണ് അന്തർവാഹിനി വിഭാഗം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി INS ഷൽക്കിയും റഷ്യയിൽ നിന്നും വാങ്ങിയ ആദ്യ ആണവ അന്തർവാഹിനി INS ചക്രയും തദ്ദേശീയമായി വികസിപ്പിച്ച് കമ്മീഷൻ ചെയ്തത് INS അരിഹന്തും തദ്ദേശീയമായി നിർമ്മിക്കുന്ന രണ്ടാമത്തെ ആണവ അന്തർവാഹിനി INS അരിഹട്ടും ആദ്യ മിസൈൽ വാഹക അന്തർവാഹിനി INS സിന്ധു ശാസ്ത്രയും അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമുമാണ്. അദ്ദേഹം സഞ്ചരിച്ചത് 2006 ഫെബ്രുവരി 13 INS സിന്ധു യക്ഷിയിലാണ്. മുംബൈ തീരത്ത് വച്ചു തീപിടിച്ച് മുങ്ങിയ ഇന്ത്യൻ നേവിയുടെ റഷ്യൻ നിർമ്മിത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനി കപ്പൽ INS സിന്ധുരക്ഷകാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഇൻ്റഗ്രേറ്റഡ് സബ് മറൈൻ സോണാർ പഞ്ചേന്ദ്രിയും ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ്. പേര് INS കുർസുര. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ലേസർ ഗൈഡഡ് ബോംബ് സുദർശനും ആദ്യമായി ഇത് വികസിപ്പിച്ച വർഷം 2010 ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മിസൈൽ ബോട്ട് INS പ്രഹാറാണ്. 2006 ഗോവ തീരത്ത് വച്ച് ഒരു കപ്പലുമായി കൂട്ടിമുട്ടി ഇത് മുങ്ങി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ബോട്ട് INS വിഭൂതിയും രണ്ടാമത്തേത് INS വിപുലും മൂന്നാമത്തേത് INS നാശകുമാണ്. ഇന്ത്യയിൽ നാവികസേനയുടെ
വൈദ്യുതി വിഭാഗത്തിലെ മിസൈൽ ബോട്ടാണ് INS വീർ. പ്രോജക്ട് 28 പ്രകാരം ഇന്ത്യ നിർമ്മിക്കുന്ന ആന്റി സബ്മറൈൻ വാർഫെയർ ASW സ്ലത്ത് കോവേർട്ടുകളുടെ എണ്ണം 4 അവ ഇതെല്ലാമാണ്: INS കമോർട്ട 2014, INS കാഡ്മത്ത് 2015, INS കിൽത്താൻ 2017, INS കവരത്തി 2020. പ്രോജക്ട് 75ന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അന്തർവാഹിനികളുടെ എണ്ണം 6 അവ ഇതെല്ലാമാണ്: INS കൽവാരി 2017, INS കന്തേരി 2019 സെപ്റ്റംബർ 28, INS കരഞ്ച് 2021 മാർച്ച് 10, INS വേല 2021 നവംബർ 25, 5th INS വഹീർ, 6th INS വാഷിർ എന്നിവ പരീക്ഷണ ഘട്ടത്തിലുമാണ്. ഇന്ത്യൻ നാവികസേനയിൽ നിലവിലുള്ള ബലമേറിയ യുദ്ധക്കപ്പലുകളായ ഫ്രിഗേറ്ററുകളുടെ എണ്ണം 13. ഇതിനെ ശിവാലിക്, തൽവാർ, തേഗ്, കമോർത്ത, ബ്രഹ്മപുത്ര, ഗോദാവരി എന്നിങ്ങനെ 6 തരംതിരിച്ചിരിക്കുന്നു. ശിവാലിക്, തൽവാർ, കമോത്ത എന്നിവ സ്ലത്ത് ഫ്രിഗേറ്ററുകളും ബ്രഹ്മപുത്ര, ഗോദാവരി എന്നിവ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്ററുകളുമാണ്. ഇന്ത്യൻ നാവികസേനയുടെ ശിവാലിക് ഫ്രിഗേറ്ററുകൾ INS ശിവാലിക്, INS സത്പുര, INS സഹ്യാദ്രി. തൽവാർ ഫ്രിഗേറ്ററുകൾ INS തൽവാർ, INS തൃശൂർ, INS തബർ. ബ്രഹ്മപുത്ര ഫ്രിഗേറ്ററുകൾ INS ബ്രഹ്മപുത്ര, INS ബത്വ, INS ബിയാസ്. ഗോദാവരി ഫ്രിഗേറ്റ് INS ഗോമതി. തേഗ് ഫ്രിഗേറ്ററുകൾ INS തേജ്, INS തർക്കാഷ്, INS ത്രിഖട്ട്. കമോർത്ത ഫ്രിഗേറ്ററുകൾ INS കമോർത്ത, INS കഡ്മത്, INS കിൽത്താൻ, INS കവരത്തി എന്നിവയാണ്. റഡാറിന്റെ നിരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെട്ടു നീങ്ങാൻ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, മിസൈലുകൾ തുടങ്ങിയവയെ സജ്ജമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് സ്ലത്ത് ടെക്നോളജി. ഇന്ത്യയിൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ INS ശിവാലിക്കും ഇന്ത്യ ഈ ടെക്നോളജി ഉപയോഗിച്ച് റഷ്യയിൽ നിർമ്മിച്ച യുദ്ധക്കപ്പലുകൾ INS തൽവാറും INS തൃശൂലുമാണ്. 2022 ഏപ്രിൽ സൈന്യത്തിന്റെ ഭാഗമായിട്ട് 60 വർഷം തികയുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും പഴക്കം കൂടിയ ഹെലികോപ്റ്ററാണ് ചേതക്. DRDO വികസിപ്പിച്ചെടുത്ത പൈലറ്റില്ല ലഘുവിമാനം നേത്രയും ഇന്ത്യയുടെ അത്യാധുനിക ലൈറ്റ് വെയ്റ്റ് യുദ്ധവിമാനം ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം തേജസ്സുമാണ്. മറ്റ് പ്രധാന യുദ്ധവിമാനങ്ങൾ വജ്ര, ദീപക്, വിക്രം, തൃശൂൽ, ബൈസൺ, വിജയ്, രക്ഷക്, ഗരുഡ, ബഹാദൂർ, ബാസ്, ദക്ഷ്, സുഖോയ്, ഗജരാജ് എന്നിവയാണ്. 2002 മെയ്യിൽ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് WDMMA പുറത്തുവിട്ട ഗ്ലോബൽ എയർ പവർ റാങ്കിംഗ് 2022 3ാം സ്ഥാനം നേടിയ ഇന്ത്യൻ സേന ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. ഇതിൽ 1ാം സ്ഥാനം നേടിയത് യുണൈറ്റഡ് നേഷൻസ് എയർഫോഴ്സസ്. ഇന്ത്യൻ സായുധ സേനകളിലേക്ക് ആവശ്യമായ ഓഫീസർമാരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമായ നാഷണൽ ഡിഫൻസ് അക്കാദമി NDA 1954 ഡിസംബർ 7 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഖടക് വാസലയിൽ സ്ഥാപിതമായി. NDAയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത് 1955 ജനുവരി 16 ലോകത്തിലെ ആദ്യത്തെ ട്രൈ സർവീസ് അക്കാദമിയായ ഇതിൻ്റെ ആപ്തവാക്യം സേവ പരമോ ധർമ്മ, സർവീസ് ബിഫോർ സെൽഫ് എന്നതാണ്. BC റോയ് കമ്മിറ്റിയാൽ 1948 മെയ് 1 പൂനെയിൽ നിലവിൽ വന്നതാണ് ആർംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. ഇന്ത്യൻ ദേശീയ പ്രതിരോധ സർവകലാശാല, ഇന്ത്യൻ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി INDU സ്ഥാപിതമായത് ഹരിയാനയിലെ ബിനോലയിലാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകൾ അഗ്നിയും പൃഥ്വിയുമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. മേജർ ജനറൽ പൃഥ്വിരാജ് സിംഗ് എന്ന രഹസ്യപേരുണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം ഒഡീഷയിലെ ചാന്ദിപ്പൂർ വീരർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ പഴയ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. ഹൈദരാബാദിലെ DRDO മിസൈൽ കോംപ്ലക്സിന്റെ പുതിയ പേര് APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി മിസൈൽ സംവിധാനം ഉപയോഗിച്ചത് ടിപ്പു സുൽത്താനും ആദ്യമായി പീരങ്കി ഉപയോഗിച്ചത് ബാബറുമാണ്. വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന മിസൈലുകൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിനായി രൂപം നൽകിയ പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് ഗൈഡൻസ് മിസൈൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാം IGMDP.
അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ആണവ മിസൈൽ ഉള്ള 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയുടെ ആദ്യ ഭൂതല മിസൈൽ പൃഥ്വിയുമാണ്. നാവികസേനയിൽ ഉപയോഗിക്കുന്ന പൃഥ്വി മിസൈൽ അറിയപ്പെടുന്നത് ധനുഷ് എന്നാണ്. DRDO വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹവേദ മിസൈലാണ് ഒഡീഷയിലെ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നും 2019 മാർച്ച് 27 വിക്ഷേപിച്ച ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ് എസാറ്റ്. എസാറ്റ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 1ാമത്തെ രാജ്യം അമേരിക്കയും, 2ാമത്തേത് റഷ്യയും, 3ാമത്തേത് ചൈനയും, 4ാമത്തേത് ഇന്ത്യയുമാണ്. ഈ പരീക്ഷണ ദൗത്യത്തിൻ്റെ പേര് മിഷൻ ശക്തി എന്നാണ്. എസാറ്റ് പ്രഥമ പരീക്ഷണത്തിൽ തകർത്ത ഉപഗ്രഹം മൈക്രോസാറ്റ് 6 ആണ്. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന രാജ്യം ഫിലിപ്പീൻസും. ബ്രഹ്മോസ്, അസ്ത്ര എന്നീ മിസൈലുകൾ സംയോജിപ്പിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയ യുദ്ധവിമാനം സുഖോയ് 30 MKIയുമാണ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിഡ് മിസൈലാണ് ബ്രഹ്മോസ്. ബ്രഹ്മപുത്ര, മോസ്കാവ എന്നീ നദികളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് ബ്രഹ്മോസ് എന്ന പേര് നൽകിയത് APJ അബ്ദുൽ കലാമാണ്. 1998 ഫെബ്രുവരി 12 ഇന്ത്യ റഷ്യൻ ഉടമ്പടി പ്രകാരം ന്യൂഡൽഹി ആസ്ഥാനമായി ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന സ്ഥാപനം നിലവിൽ വന്നു. ഇന്ത്യയുടെ ആദ്യ ഇന്റർമീഡിയറ്റ് സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി. 1989 അഗ്നി 1 ആദ്യമായി പരീക്ഷിച്ചത്. 2022 ജൂണിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ന്യൂക്ലിയർ ക്യാപ്പബിൾ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 4. DRDO വികസിപ്പിച്ചെടുത്ത ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്ത രാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 6 ആണ്. അഗ്നിപുത്രി, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു മിസൈൽ പദ്ധതിയുടെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിത, അഗ്നി 5ന്റെ പ്രോജക്ട് ഡയറക്ടർ ആയ മലയാളി വനിതയാണ് ടെസ്സി തോമസ്. ഭാവിയിലെ മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ദൃശ്യപരിധിക്ക് പുറത്തുള്ള വ്യോമ മിസൈലാണ് 2003 മെയ്യിൽ ആദ്യ പരീക്ഷണം നടത്തിയ അസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി കൊൽക്കത്ത ഓർഡിനൻസ് ഫാക്ടറിയിൽ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ കരസേനയുടെ ഭാഗമായ പീരങ്കിയാണ് ധനുഷ്. ഈ പീരങ്കിയുടെ മറ്റൊരു പേരാണ് ഡെസി ബോഫോസ്. ദൂരപരിധി 9 കിലോമീറ്ററിൽ കുറഞ്ഞ ഭൂതല വ്യോമ മിസൈലാണ് തൃശൂർ. 2022 ഏപ്രിൽ ഒഡീഷയിലെ ബാലസോറിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ മിസൈൽ സംവിധാനമാണ് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് SFDR. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി വികസിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന മിസൈലാണ് മൈത്രി. അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്ന ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് K-15 എന്നറിയപ്പെടുന്ന സാഗരിക. ദൂരപരിധി 750 കിലോമീറ്റർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മധ്യദൂര ഭൂതല വ്യോമ മിസൈൽ ആണ് 1990 ചാന്ദിപ്പൂരിൽ നിന്നും പരീക്ഷിച്ച ആകാശ്. നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയുടെ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലാണ് സൂര്യ, അഗ്നി 6. DRDO 2021 തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച മിസൈൽ വേധ മിസൈലുകളുടെ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഉപരിതല ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. ഇന്ത്യയുടെ ഭൂതല ഹൈപ്പർസോണിക് മിസൈൽ ശൗര്യയും മൾട്ടി ബാരൽ റോക്കറ്റ് റേഞ്ചർ പിനാകയുമാണ്. 2022 ഏപ്രിൽ DRDO വിജയകരമായി പരീക്ഷിച്ച പിനാക റോക്കറ്റിന്റെ പരിഷ്കരിച്ച പതിപ്പുകൾ ഇവയെല്ലാമാണ്: പിനാക ഏരിയ ഡീനിയൽ മുനിഷൻ ADM, പിനാക MK1 എൻഹാൻസ്ഡ് റോക്കറ്റ് സിസ്റ്റം EPRS. 2018 കേരളത്തിലെ പ്രളയബാധിത മേഖലകളിൽ ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ് ഓപ്പറേഷൻ സഹയോഗ് ആർമി, ഓപ്പറേഷൻ മദദ് നേവി, ഓപ്പറേഷൻ കരുണ വ്യോമസേന, ഓപ്പറേഷൻ ജലരക്ഷ കേരള പോലീസ്. 2018 ഇന്തോനേഷ്യയിലെ ജക്കാർത്തിലുണ്ടായ സുനാമിയിലും ഭൂകമ്പത്തിലും അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സമുദ്രമൈത്രി.
2018 യമനിലെ സോക്കോത്ര ദ്വീപിൽ അകപ്പെട്ട 38 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ നേവിയുടെ നീക്കമാണ് ഓപ്പറേഷൻ നിസ്താർ. 2020 ഓപ്പറേഷൻ സമുദ്ര സേതുവാണ് കോവിഡ്-19 തുടർന്ന് വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ സൈനിക നടപടി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.